ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസ്സൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, നമ്മുടെ അവറോൺ കോട്ടയം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ല്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. 60 സെൻറ്റ് സ്ഥലം, 60.5 സെൻറ്റ് സ്ഥലത്തിൽ 3 ബെഡ്റൂമുള്ള ഒരു പഴയ വീടാണ് കൊടുക്കാനുള്ളത്. വീടിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. 60 സെൻറ്റ് സ്ഥലം, വളരെ റോഡ് ഫ്രണ്ടേജൊക്കെ ഉള്ളത്. താഴെ കാണുന്ന റോഡ് ഫ്രണ്ടേജൊക്കെയുള്ള നല്ല ഒരു സൂപ്പർ, ഒരു അടിപൊളി സ്ഥലമാണ്. വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിലവിൽ റബ്ബർ മരമാണ് നിൽക്കുന്നതെങ്കിലും കുറേ മരങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. റംബൂട്ടാൻ, മാഗണി, അങ്ങനെ തെങ്ങ്, അങ്ങനെ ഒട്ടനവധി മരങ്ങളും എല്ലാം ഉണ്ട്. ഒരു ചെറിയ പട്ടിക്കൂടൊക്കെ മുറ്റത്തുണ്ട്. വീട് നിലവിലിട്ടിരിക്കുന്നത് ഷീറ്റും ഓടും ഒക്കെയാണ്. നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന വീടാണ്. 2 കിലോമീറ്റർ മാത്രമാണ് പാമ്പാടി ടൗണിലോട്ടുള്ള ദൂരം. നമ്മുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ജംഗ്ഷനാണ്. പാമ്പാടി ടൗണുമായിട്ട് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. തൊട്ടടുത്തതിനായിട്ട് തന്നെ പള്ളി, ഓർത്തഡോക്സ് യാക്കോബ പള്ളികൾ, അതുപോലെ തന്നെ RIT എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ എല്ലാ വിഭാഗക്കാരുടെയും പള്ളികളും അമ്പലങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നുണ്ട്. ബസ് റൂട്ടാണ്. ബസ് റൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. ബസ് സ്റ്റോപ്പൊക്കെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ ബസ് സ്റ്റോപ്പും ഉണ്ട്. 13 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. അപ്പോൾ ടൗണുമായിട്ടും വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ധാരാളം ചെടികളും മറ്റുമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ഷീറ്റൊക്കെ അടിക്കുന്ന മെഷീനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. പഴയ ഞാൻ പറഞ്ഞല്ലോ, കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി വളരെ അതിരുകളെല്ലാം തിരിച്ച് 60 സെൻറ്റ് സ്ഥലം, നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്നു. വീട് താഴെ റോഡ് സൈഡുമായിട്ട് ചേർന്ന് വേണമെങ്കിലും വീട് വെക്കാം. ഈ വീട്ടിലിപ്പോൾ നിലവിൽ വാടകക്കാരുണ്ട്. വാടകയ്ക്ക് കൊടുത്തേക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു വാടക നമുക്ക് ലഭിക്കുന്നുണ്ട്. 8 കിലോമീറ്റർ മാത്രമാണ് മണർകാട് ടൗണിലോട്ടും അതുപോലെ മണർകാട് പള്ളിയിലോട്ടും ഒക്കെയുള്ള ദൂരം. മണർകാട് പള്ളിക്ക് അറിയാലോ, വിശ്വപ്രസിദ്ധമായ പള്ളിയാണ്. പാമ്പാടി ടൗണിനെ പറ്റിയൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ധാരാളം സ്ഥാപനങ്ങളും അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസും എല്ലാം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീടിൻ്റെ ഉൾവശമാണ്. അറയും നിരയൊക്കെ ഉള്ളൊരു വീടാണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ധാരാളം തടികളും ഉരുപ്പടികളും ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി. ഇതാണ് കിച്ചണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു കിച്ചണാണ്. നമുക്ക് അടുപ്പും അതുപോലെ കബോർഡുകളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആസ്പെറ്റോ ഷീറ്റാണ് അടുക്കളയുടെ ഭാഗം. ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂമും അതുപോലെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുക്കളയുടെ വശത്തും ആണെങ്കിലും ഒരു ചെറിയ സ്റ്റോറേജൊക്കെ ഉണ്ട്. ഇവിടെയും അരകല്ലും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു വിറകും ഒക്കെ ഇടാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതൊരു സ്റ്റോറേജ് പ്ലേസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട് അത്യാവശ്യം നമുക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് താമസിക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, 60 സെൻറ്റ് സ്ഥലമാണ്. നിങ്ങൾ 60 സെൻറ്റ് സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ, വിലയുടെ ആ ഒരു വില മാത്രമേ വരുന്നുള്ളൂ. വിലയും വിവരങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും അതുപോലെ തന്നെ തമ്പനിയിലും കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു സ്ഥലത്തിൻ്റെയും വില ഏതെങ്കിലും കൊടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ ഒരു വീട്ടുകാരുടെ ആവശ്യപ്രകാരമായിരിക്കും കൊടുക്കുന്നത്. വീടിൻ്റെ തറയൊക്കെ ടൈലൊക്കെ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ബാത്റൂം വെളിയിലും ആയിട്ട് ഔട്ട്സൈഡായിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വീട് തന്നെയാണ്. യാതൊരുവിധ ചോർച്ചകളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പേപ്പർ ഭാഗങ്ങളെല്ലാം വളരെ ക്ലിയറാണ്. ഒരു ബെഡ്റൂം ഇവിടെയുണ്ട്. ഇതിനും സീലിങ്ങൊക്കെ നല്ല മച്ചും കാര്യങ്ങളും തട്ടുമ്പുറവും എല്ലാം ഉണ്ട്. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് നിലവിൽ. ഇവിടെയൊക്കെ ടൈലുകളെല്ലാം പാകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴയ അറയെന്ന് പറയുന്ന സാധനം. ടൈലൊക്കെ കണ്ടല്ലോ. വീടിൻ്റെ അത്യാവശ്യം ഇതിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അവിടെയായിട്ട് ഒരു ബാത്റൂമും ഉണ്ട്. ഇവിടെ സീലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥര് മറ്റൊരു വീട് വെച്ച് മാറിയതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് മാറുവാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് നിലവിൽ പക്ഷേ വാടകക്കാരുണ്ട്. അപ്പോൾ ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പറയാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ടേജ് റോഡ് വരുന്നത്. റോഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ദൂരത്തിലാണ് വീട് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. സ്ഥലത്തിൻ്റെ 2 സൈഡിലുമായിട്ട് വഴിയുണ്ട്. ഇത് ഈ വീട്ടുകാർ തന്നെ കൊടുത്ത വഴിയാണ്. അത്യാവശ്യം ടിപ്പർ വരെ കയറി പോകുന്ന ഒരു വഴി തന്നെയാണിത്.
പിന്നെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. PWD റോഡുമുണ്ട്, അതുപോലെ തന്നെ ഈ റോഡിൻ്റെ നമ്മൾ കൊടുത്തേക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ഈ റോഡുമുണ്ട്. ഇതുവഴിയാണ് നമ്മളിപ്പോൾ നിലവിലെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു വീട് വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ ഫ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കുവാനായിട്ടുള്ള പ്രോപ്പർട്ടിയും ആണ്. എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിൽ തന്നെ പ്രകൃതിയുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. വെള്ളത്തിനൊന്നും യാതൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്ത ഏരിയയാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇനി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. ഇത് എപ്പോഴും പറയുന്നതിൻ്റെ കാര്യം, പല ആൾക്കാരും ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങളോട് ദയവ് ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ റിക്വസ്റ്റാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീഡിയോ കാണുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രയോജനം നൽകുന്നത്. അപ്പം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു 1 lakh സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെയായിട്ട് നമുക്ക് അതിൻ്റെ അറ്റത്ത് പോലും എത്താൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് വീടുകൾ ഇതുപോലെ വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ, ഇതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ അവിടെ വന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. കഴിവുള്ളിടത്തോളം കോട്ടയം ജില്ലയിലെ ആൾക്കാർ ബന്ധപ്പെടാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ചാനലിൻ്റെ പേര് അവർ ഓൺ കോട്ടയാണ്. എങ്കിലും തൊട്ടടുത്തുള്ള ജില്ലകളിലൊക്കെ നമ്മൾ പോയി എടുക്കാറുണ്ട് വീഡിയോസ്. അതിന് നമുക്ക് ചിലവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കഴിവതും ഒന്നും മേടിക്കാതെ തന്നെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് നൽകുന്നത്. ഓക്കെ, എനിവേ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം. തൊട്ടടുത്തായിട്ടുള്ള നല്ല ജംഗ്ഷനും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് വീടുകൾ വിൽക്കാനൊക്കെ ഉള്ളവർ എത്രയും വേഗം ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ വേറെയും വിവരങ്ങളും എല്ലാം ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനും തമ്പനയിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.